ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു 9 സെന്റ് സ്ഥലം, ഒരു പഴയ ഓടിട്ട വീട് ആണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പള്ളിപ്പൽ റോഡിന്റെ മുകളാട്ടോ. ഇത് അരവന്നൂരേക്ക് പോകാൻ പറ്റില്ല അല്ലേ? പള്ളിപ്പോയിൽ അരവന്നൂരേക്ക് പോകാൻ പറ്റുന്ന ആ റോഡിന്റെ ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വലുപ്പമുള്ള റോഡാണ്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിന് നല്ല റോഡ് വീതി ഫ്രണ്ടേജ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പറമ്പാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. വീടിന് വില ചോദിക്കുന്നില്ല. നിലവിലിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ആ കരിങ്കല്ല് വെച്ച് കെട്ടി കണ്ടില്ലേ, അവിടെ നിന്ന് തൊട്ടിട്ട് ഈ കെട്ടിയത് വരെ ഇത്രയും നല്ല വലുപ്പമുള്ള റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. റോഡിന്റെ മുകളിൽ കുറച്ച് ഹൈറ്റിലേക്കാണ്. അപ്പൊ വീടിന് നിലവിൽ അവർ വില ചോദിക്കുന്നില്ല. ഈ സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി. ഉണ്ടല്ലേ, ഒരു പഴയ ഓട്ട വീടാണ്. ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് താമസിക്കാൻ ഇത് ധാരാളമാണ്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഉറപ്പുള്ള വീടാണ്. അങ്ങനോട്ട് പെട്ടെന്ന് ഇതായിട്ടൊന്നുമില്ല. നമ്മളെ പ്ലോട്ടിന്റെ 4 വശത്തും ഫുള്ള് ഇതുപോലെ മതിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി തെങ്ങുകളാണ്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു അടിപൊളി പറമ്പ്, വയൽക്കര പറമ്പാണിത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ക്വാളിറ്റി ഈ സ്ഥലത്തിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിണറ്റിൽ വെള്ളം നോക്കാം. നല്ല അടിപൊളി വെള്ളം കേട്ടോ. അടിപൊളി വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ആയം, നല്ല തെളിഞ്ഞ് കിടക്കുന്ന നല്ല അടിപൊളി വെള്ളമാണ് കാണാൻ പറ്റുന്നത്. 1 2 3 4 തെങ്ങ് നമുക്ക് വീടിന്റെ വലതുവശത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നാല് തെങ്ങ് നമുക്ക് വീടിന്റെ വലതുവശത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അഞ്ചാമത്തെ ഒരു തെങ്ങ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്ന ഒരു ചെറിയ തൈത്തെങ്ങാണ്. അപ്പൊ വീട് ഈ ഭാഗത്തൊക്കെ കുറച്ച് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ബാക്കിലൊക്കെ നിറച്ച് വീടാട്ടോ. ഫ്രണ്ട് ഭാഗത്തൊക്കെ വീടുകളുണ്ട്. നല്ലൊരു ഏരിയയാണ്. 9 സെന്റ് സ്ഥലം, ഒരു വീട്. അപ്പൊ വീടൊന്ന് നമ്മൾ വാങ്ങിയിട്ട് ഫുള്ളൊന്ന് വൃത്തിയാക്കിയാൽ മതി. ഈ ചുറ്റുമതിലൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് കെട്ടി വൃത്തിയാക്കി. അതുപോലെ തന്നെ കിണറൊന്നും ചെയ്യാനില്ല. കിണർ ഉള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് കിണറൊന്ന് തേപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിണർ ഉഷാറാണ്. അതുപോലെ പറമ്പ് പറഞ്ഞാൽ നല്ല നിരന്ന് കിടക്കുന്ന നല്ല വൃത്തിയുള്ള പറമ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് വൃത്തിയാക്കിയാൽ തന്നെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ തേങ്ങ കണ്ടില്ലേ, ഇഷ്ടംമാതിരി തേങ്ങ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ബാക്കിലൊരു തെങ്ങുണ്ട് കേട്ടോ. മൊത്തം 9 സെന്റ് സ്ഥലമാണുള്ളത് കേട്ടോ. തെങ്ങൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി തെങ്ങ കേട്ടോ. കേട്ടോ, ഇത്രയും നല്ല രീതിയിൽ തേങ്ങ, ഒരു തെങ്ങ് പോലും കുഴപ്പമില്ല. എല്ലാ തെങ്ങും അടിപൊളി തെങ്ങാണ്. അതുപോലെ തന്നെ നല്ല വയൽക്കര പറമ്പാണ്. വെള്ളം കയറുന്ന യാതൊരു പ്രശ്നം ഈ ഭാഗത്തേക്ക് വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അരവന്നൂർ പാലത്തേക്ക് പോകാനും ഈ റോഡിൽ കൂടെ പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പള്ളിപ്പോയിൽ അമ്പലത്തുളങ്ങര ആ ഭാഗത്തേക്കും പോകാൻ പറ്റും. നമ്മളെ സ്ഥലത്തിൻ്റെ മുന്നിൽ റോഡ് ഫ്രണ്ടേജ് ആണ്. അത് മുന്നിൽ ലോറിക്ക് പോകുന്ന കണ്ടില്ല. അത്രയും നല്ല രീതിയിൽ ഫ്രണ്ടേജ് ലഭിക്കുന്ന നല്ലൊരു പറമ്പാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് വില ഉള്ള ഏരിയ കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് ഈ സ്ഥലം ഇപ്പം നമുക്കൊരു വിലപ്പാകത്തിന് കിട്ടും. സെന്റിന്, അതായത് വീടിന്റെ വില അല്ല ചോദിക്കുന്നത്, പറമ്പിന് സെന്റിന്റെ ഉള്ള വിലയാണ് ചോദിക്കുന്നത്. 2,60,000 രൂപയാണ് സെന്റിന് ചോദിക്കുന്നത്. പ്രൈസ് ചെറിയ തോതിൽ നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വിളിച്ചോളി. കാരണം നല്ലൊരു ചാൻസ് ഉള്ള സ്ഥലമാണ്. അത്യാവശ്യം ഇവിടെ നല്ല മാർക്കറ്റ് വില ഉള്ള ഏരിയ ആണ്. ഇപ്പം നമുക്കൊരു വിലപ്പാകത്തിന് കിട്ടും. 2,60 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ട് വലിയ വില ഒന്നല്ല പറയുന്നത്. നല്ല വലുപ്പമുള്ള വീതി കൂടിയ താറോഡ് ഫ്രണ്ടേജിലാണ് ഈ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഓൾറെഡി കിണറുണ്ട്. നമ്മളിനിപ്പോൾ ഈ വീടൊന്ന് വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ സുഖമായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊന്ന് പുതിയ വീട് ഉണ്ടാക്കണമെങ്കിൽ നല്ല കാഴ്ച കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. 4 5 6 തെങ്ങറ്റം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു പറമ്പാണ്. അപ്പോൾ നല്ലൊരു മാന്യമായിട്ടുള്ളൊരു വിലയാണ് ഇവർ ചോദിക്കുന്നത്. 2,60 എന്നൊക്കെ ചോദിക്കുന്നത് വലിയൊരു വിലയൊന്നുമല്ല. അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്മൾ കച്ചവടത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ മാക്സിമം വില കുറച്ച് വാങ്ങിത്തരാം. താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളി. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.